ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ നിച്ചുല്ലേ പൂച്ചക്കുട്ടി, അപ്പം അതിനെ നമ്മൾ മഞ്ചേരി ഒരു കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കാരണം അവന് ഭയങ്കരമായിട്ട് രോമം പൊയിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമാണെങ്കിൽ എപ്പോഴും അവനെങ്ങനെ എടുത്തിട്ടേ കളിക്കും. അപ്പോൾ അവൻ്റെ എല്ലാം ഇടുന്ന ഡ്രസ്സിലൊക്കെ രോമമാണ്. അപ്പം ഇനി വയറ്റിൻ്റെ അകത്തേക്ക് ചെന്നാൽ നല്ല വയറുവേദന ഉണ്ടാവും, കുറേ കാലത്തിന് ആ വയറുവേദന മാറില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു പേടി കിട്ടോ, കാരണം കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആയാൽ അല്ലെങ്കിൽ തന്നെ പനി എന്തെങ്കിലും വന്നാൽ പിന്നെ നമ്മൾ ഒരു ദിവസം അങ്ങോട്ട് ഇതായിപ്പോവും, കുറച്ച് ദിവസത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കടയിൽ, നെല്ലിപ്പറമ്പിലുള്ള ഈ കടയിലായിട്ട് നമ്മൾ കൊടുത്തേ. അപ്പോൾ നമ്മൾ കൂടും അവിടെ വെച്ചു. അപ്പോൾ അതാ വലിയൊരു പൂച്ച ഉണ്ടല്ലേ, എത്രയോ വയസ്സിൽ നമ്മൾ ഈ പൂച്ചക്ക് 6 മാസമായിട്ടുണ്ട് ഈ നിച്ചുവിന് നമ്മളെ. അപ്പോൾ അതിന് കുറച്ച് നല്ലതായിട്ടുണ്ട്, നല്ല വയസ്സിനായിട്ടുണ്ട് മറ്റേ പൂച്ച. അപ്പോൾ ഇതിന് നോക്കിയാണ്ട് പേടിയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ ഇങ്ങനെ വറക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വണ്ടിയിൽ ആദ്യമായിട്ടല്ലേ കൊണ്ടുപോകണം, അതിൻ്റെയൊക്കെ ഒരു പേടിയും കാര്യവും. അപ്പോൾ ആദ്യം ഉണ്ടോ അവന് പിന്നെ അത് പൊന്തിക്കും നോക്കും. അവനക്ക് ഭയങ്കര സങ്കടം കേട്ടോ, അല്ലുവാണെങ്കിൽ കരച്ചിലും തുടങ്ങിയിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു കൂട്ടിക്കിട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വയറുവേദനയും കാര്യങ്ങളൊക്കെ വന്നാൽ ഭയങ്കര ഇതല്ല. പിന്നെ എന്തൊരു വീരയൊക്കെ ഉണ്ട് അത്ര. ഇപ്പോൾ ഇവർക്ക് വീരൻ്റെ കുത്തിവെപ്പൊക്കെ അതിന് എടുത്തിട്ടുണ്ട്, എന്നാലും നമ്മളെ മേൽക്കൊക്കെ എത്തിയാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നമല്ലേ. അങ്ങനെ അവനെ അവിടെ ആക്കി ഞങ്ങളിത് അവിടെ സിൽസില പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ ആയിട്ട് ഇവർ പറയുന്നതാണ് സിൽസില പാർക്ക് പോകണം. നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, അന്ന് പോകുന്നത് ചെയ്യുന്നുട്ടോ. അപ്പോൾ ഞാനും പൊന്നും ഇറങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല, അവർ 3 ആളും ഇറങ്ങിയിട്ടോ. ആദ്യം ഇല്ലോണ്ട് ഭാവി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിൽ ഉള്ളിൽ കയറാൻ 50 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു തണലുള്ള അടുത്ത് കുറേ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. പൊന്നു ഫോണിൽ നോക്കാം കേട്ടോ, ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ, അല്ലും മുത്തൊട്ടിയും ഇതിലൊക്കെ ഇറങ്ങുന്നു കേട്ടോ. നല്ല വെള്ളവും കാര്യവും. ആളുകൾ ആ ഒരു സമയത്ത് ആൾ കുറവായിരുന്നു. ഞങ്ങൾ 2:15 അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ആൾ കുറവായിരുന്നു. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും ആളുകളുണ്ട്, നിറഞ്ഞു കൊണ്ടിട്ടോ, നിറയെ ആളുകളായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല സുഖമായിരുന്നു, ഒന്നിലും റൈഡിലും കാര്യങ്ങളിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ. ബാവ അതിനെ ബാക്കിലിരുത്തിക്കാണ്ട് പോരുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തടയാണ്, ഫസ്റ്റാണല്ലോ അങ്ങനെ ആക്കിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിലൊന്നും അവനെ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, അന്ന് കുറച്ചുകൂടെ ചെറുതാണ്. അപ്പോൾ തൊയഞ്ഞ് വരികയാണ്. അവിടെയൊക്കെ തങ്ങുന്നുണ്ട് കേട്ടോ, കണ്ടോ. അവിടെ എത്തി കിട്ടണില്ല. ഞാനാണെങ്കിൽ വീഡിയോ എടുത്ത് മുകളിൽ നിന്നല്ല എടുക്കണം, അതുകൊണ്ട് തന്നെ ശരിക്ക് കിട്ടണമുണ്ടായിരുന്നില്ല. താഴത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. താഴത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ 200 രൂപ കൊടുക്കണം. വെള്ളത്തിൽ ഇറങ്ങിയോ ഇല്ലേന്നല്ല, ആ ഒരു താഴത്തേക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ നമ്മൾ 200 രൂപ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവർ ആദ്യം ഈ ഒരു പൂളിൽ, പിന്നെ മറ്റേ പൂളിൽ 4 ഉണ്ടല്ലോ, അപ്പോൾ എല്ലാത്തിലും കളിയിരുന്നു. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്കും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഞങ്ങൾ അതൊന്നും കണ്ടിരുന്നില്ല കേട്ടോ, കാരണം വന്ന ഉടനെ ഇതിൽ കണ്ട് ഇറങ്ങിയിട്ട് വൈകുന്നേരമാണ് പിന്നെ കയറുന്നത്. ഇപ്പം ഇവർ 4 മണിക്കൂർ ഇന്നിപ്പോൾ ഇതിൽ കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കണതിന് 200 രൂപ തന്നെ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇങ്ങനെ പൂളൊന്നും കിട്ടില്ല. എല്ലാവരും പറയും എന്തിനാ സിൽസില പാർക്കിലേക്ക് പോകണത്, നിങ്ങൾക്ക് അവിടെ പോയിട്ട് മടുത്തില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ മറ്റുള്ള നമ്മൾ വയനാട് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ആളുകളുണ്ടാവും. ഇങ്ങനെ ഇത്രയും സമയമൊന്നും അതിൽ ഇതാക്കാൻ കഴിയൂല കേട്ടോ. പക്ഷെ ഇതങ്ങനെയല്ല, ഇതിപ്പോൾ നമുക്ക് ആ ഒരു 200-ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതാക്കാം. പിന്നെ ഞാനും പൊന്നും ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുന്ന് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഫോണിൽ കുറേ നോക്കും, കഴിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളപ്പുറത്തൊക്കെ ആളുകളുണ്ടായിരുന്നു കേട്ടോ, ഒക്കത്തിനും പണി അത് തന്നെയായിരുന്നു. കാരണം ഇവർ കളിക്കണ കുറേ ഞാൻ വീഡിയോ എടുത്തു, കുറേ എടുത്തിട്ടില്ല. കാരണം തന്നെയല്ലേ ഇതാണോ, ഇതിൽ കുറേ വരും, അപ്പുറത്തേക്ക് പോവും. നല്ല വെയിലുണ്ടെങ്കിലും വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു അത്ര കേട്ടോ. ഞാൻ ഇവരോട് ചോദിക്കുന്നു, ഇവിടുന്ന് വിളിച്ച് ചോദിക്കണം. അപ്പോൾ നല്ല തണുപ്പുണ്ട് എന്നാണ്. അങ്ങനെ അതിൽ നിന്ന് കണ്ടോ മുകൾക്ക് പോവാണ്, കണ്ടില്ലേ. മുകളിൽ നല്ല വെയിലാണ്, പക്ഷേങ്കിൽ അങ്ങനത്തെ പ്രശ്നം കാര്യമൊന്നും ഇല്ലേനു കേട്ടോ. എന്താ അല്ലുവിൻ്റെ കാലിന് ചെറിയ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും അറിഞ്ഞിട്ടില്ല, എല്ലാം ചോര പോയിട്ടുണ്ട്. നഖത്തിൻ്റെ അവിടെ എന്തോ ഒരു ഇതായതാണ്. പിന്നെ കയറി വന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എപ്പോഴും കണ്ടോ ഈ ഒരു ചാട്ടത്തിലൊന്നും അവരൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും കുട്ടികൾ അങ്ങനെ ഒരു പൂതിയല്ലേ, അപ്പം അങ്ങനെ പോയതേന്ന് കേട്ടോ. ഇത് 2ാം പ്രാവശ്യമാണ്. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ, ഞാൻ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ അങ്ങനെ ചോദിച്ചിരുന്നു ഇവിടേക്കുള്ള എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരാൾക്ക് 250 രൂപയാണ്, 50 എൻട്രി ഫീസ് കേട്ടോ. അപ്പോൾ എനിക്ക് പൊന്നൂന് 100 രൂപയായിട്ടുള്ളൂ. ഇവർക്ക് എല്ലാം കൂടെ നമുക്ക് 850 രൂപയായിട്ട് കേട്ടോ. ഇവർ 3 ആൾ. ആദിക്ക് വേണ്ട, അല്ലുവിന് വേണം കേട്ടോ. 5 വയസ്സിൻ്റെ മുകൾക്കുള്ള കുട്ടികൾക്കൊക്കെ വേണം, 5 വയസ്സിന് താഴേക്കുള്ള കുട്ടികൾക്കൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ഉണ്ട്. ആ ഒരു മുകളിൽ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരികയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ആ മുകളിൽ ഒരു ഇത് കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ താഴത്തേക്ക് ഒലിച്ച് പോവുകയാണ് കേട്ടോ. പിന്നെ അവിടെ കണ്ടൊരു കൺവെൻഷൻ സെൻറ്റർ എന്തോ ഉണ്ട് കേട്ടോ.
അങ്ങനെ അവിടെ നമ്മൾ ചെമ്പും ഇതൊക്കെ കൊണ്ടുപോകുന്ന അങ്ങനെ കണ്ടായിരുന്നു. എന്തൊക്കെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നത്. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ, കണ്ടില്ലേ, കുറേ വില്ലകൾ പോലെ കുറേ വീടുകൾ. പിന്നെ ആ ഒരു കുന്നിൽ ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ തടലത്തിരിക്കണോണ്ട് നമുക്ക് നല്ലൊരു ഇതിട്ട് കാണാനോ കാര്യങ്ങളൊക്കെ നല്ലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ നമ്മൾ ഇവിടുന്ന് ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോഴേ ഇപ്പുറത്തെ സൈഡിൽ നിറയെ കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അന്ന് അത് കണ്ടിരുന്നില്ല. കാരണം ഇതിലേക്ക് ഓടി വന്ന് വീണതായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇത് കണ്ടിരുന്നില്ല. ഇങ്ങനെ പോയാൽ ട്രെയിന് ഉണ്ട്. പിന്നെ താഴേക്ക് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ റൈഡിലും കയറണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ വേണം. അല്ലാതെ നമ്മൾ ഇതിന് മാത്രമായിട്ട് ഈ പൂളിന് മാത്രമാണ് 200 രൂപ കൊടുക്കുന്നത്. ഇതിന് വേറെയാണ് ട്രെയിനിന്. പിന്നെ ഇതാ ഇവിടെ വേറെ ഉണ്ട്, അതിന് വേറെയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേറെ വേറെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലും കുട്ടികൾ പിന്നെ ക്ഷീണിച്ചിരുന്നു കേട്ടോ. ഒരു 4 മണിക്കൂറോളം ആയി തന്നെ നിന്നിട്ട് ക്ഷീണിച്ചിരുന്നു. അപ്പോൾ ഇതിൽ മാത്രം അവർ ഒന്ന് കയറി. ആദ്യം ബായും എല്ലും കൂടെ ഒന്ന് കയറിട്ടോ. ഇതിൽ തന്നെ ഒരാൾക്ക് 60 രൂപയാണ് ഫീ വരുന്നത്. അങ്ങനെ അതിൽ കയറി. പിന്നെ ഇതിൽ ഇങ്ങോട്ടൊന്നും സംഭവം ഞാൻ ഇറക്കിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത്രയും സമയമായിരുന്നല്ലോ. ഞാനും പൊന്നും പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. കുറേ സംഭവങ്ങളുണ്ട് കളിക്കാനും കാര്യമൊക്കെ. നല്ല തണലുമാണ് കേട്ടോ. നമ്മളൊരു ഉച്ചയ്ക്കാണെങ്കിൽ പോലും നല്ല തണലാണ്. പിന്നെ കുറേ മീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ആ വീഡിയോയിൽ ഇടാത്തതുകൊണ്ടാണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോയിൽ ഇടണേ. നല്ല ഇതുണ്ടായിരുന്നു. വൈകുന്നേരം ആണെങ്കിൽ നല്ലൊരു സംഭവം പൊള്ളിയായിരിക്കും വൈകുന്നേരം ആണെങ്കിൽ. അപ്പോൾ ഉച്ചക്കാവുകൊണ്ടാണ് നമുക്ക് പൂളിന് അവിടെയൊക്കെ വെയിൽ തോന്നുന്നത്. പിന്നെ ഞങ്ങൾ ഐസൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ അതന്നെയാണ് പണി. ഐസ് വാങ്ങി കഴിക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുക. അവിടെയാണെങ്കിൽ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പൈസക്ക് ചില്ലറ എല്ലാവരും ഗൂഗിൾ പേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചില്ലറയൊന്നും കിട്ടിയിരുന്നില്ല. അപ്പം അങ്ങനെ ബാൻ്റെ ഫോണോട് വെച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെ അതിന് എടുത്ത് കണ്ട് ഓരോന്ന് വാങ്ങി കഴിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഇവിടെയുള്ള ഓരോ സംഭവങ്ങളാണ്. ഈ തിരക്ക് കുറവായിരുന്നു കേട്ടോ. പറഞ്ഞല്ലോ ഉച്ചയാവുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് കുറവായിരുന്നു. വൈകുന്നേരമായിരുന്നു നല്ല തിരക്ക്. അതിലെ പോയിട്ട് ആ ഒരു താഴെ കാണുന്ന ഭാഗങ്ങൾ ഫുള്ളും കളിക്കാനുള്ളതാണ് കേട്ടോ. കണ്ടില്ല. അപ്പം നമ്മളൊന്നിൽ കയറുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാതിരുന്നതിന് പിന്നെ പൊന്നു പറഞ്ഞൊക്കെ വീഡിയോ എടുത്ത് പോരാന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാട്ടോ. കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലേ, അതിലുണ്ട്. ഇതിൽ ഒക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ, നമ്മൾ പേ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇതവിടെ ഊഞ്ഞാലും പിന്നെ അങ്ങനെ അടിക്ക് നിരങ്ങുന്ന ആ ഒരു ഇതിനൊന്നും നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഇതിലൊക്കെ പൈസ വേണം. കണ്ടില്ലേ 2 കുട്ടികൾ അതിൽ പോണ്. ആദിക്ക് പോകണം പറഞ്ഞ് നമ്മളെ മറ്റേ അതിൽ കയറിയത്. പിന്നെ ഇതൊരു ജഗ്ഗും ഗ്ലാസും മഗ്ഗും ജഗ്ഗൊക്കെ ആയിട്ടുള്ള ഓരോ സംഭവങ്ങളായിട്ട് ഗ്ലാസും കാര്യങ്ങളും. അപ്പോൾ ഇതിലാണ് ഇവർ കയറിയിട്ടില്ല. കണ്ടോ, ഇത് താഴെ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വ്ളോഗ്. ഞാൻ കാര്യമായിട്ട് നിങ്ങളെ നിച്ചുവിൻ്റെ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.